തൃശൂർ ചാലക്കുടി KSRTC സ്റ്റാൻഡിനായി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വർഷങ്ങളുടെ പഴക്കമുള്ള സ്റ്റാൻഡിലെ പല ഭാഗങ്ങളും പൊളിഞ്ഞു വീഴുന്നത് പതിവായതോടെയാണ് യാത്രക്കാരും നാട്ടുകാരും പരാതിയുമായി രംഗത്ത് വന്നത്. അതേസമയം ഗതാഗത മന്ത്രി വിഷയത്തിൽ ഇടപെട്ടതായും പരാതികൾ പരിഹരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. കാലവർഷം വേണമെന്നില്ല. നല്ല കാറ്റടിച്ചാൽ പോലും ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ കോൺക്രീറ്റ് കഷ്ണങ്ങൾ ആരുടെയെങ്കിലും തലയിൽ വീഴാം. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലും കോൺക്രീറ്റ് വീണു. സ്റ്റാൻഡിൽ ഒട്ടേറെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്ക് പറ്റാതിരുന്നതിനെ ഭാഗ്യമായാണ് യാത്രക്കാരും നാട്ടുകാരും കാണുന്നത്. ബലക്ഷയത്തെ തുടർന്ന് ഡെപ്പോയുടെ മുകൾ വശത്തു നിന്നും ഒരു കോൺക്രീറ്റ് പാളി ഇന്നലെ അടർന്നു വീണിരുന്നു. ഈ വിവരം ഉടനെ തന്നെ നമ്മൾ ചാലക്കുടി യൂണിറ്റിൽ നിന്നും ബഹുമാനപ്പെട്ട ATO മുഖേന ചീഫ് ഓഫീസിൽ അറിയിക്കുകയും ചീഫ് ഓഫീസിൽ നിന്ന് ഇന്ന് തന്നെ സിവിൽ വിഭാഗത്തിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ പരിശോധനയ്ക്ക് എത്തുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഉടനെ അയക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ തീർക്കുമെന്നാണ് നമ്മോട് ഇന്ന് വന്നിരിക്കുന്ന ആൾ അറിയിച്ചിരിക്കുന്നത്. ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ മുൻപും നിരവധി തവണ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണിട്ടുണ്ട്. KSRTC ജീവനക്കാരും യാത്രക്കാരുമൊക്കെ ഇതേ ചൊല്ലി ഒട്ടേറെ തവണ പരാതിയും നൽകി. എന്നാൽ നാളിതുവരെ അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതിക്കാരുടെ ആരോപണം. എന്നാൽ കഴിഞ്ഞ ദിവസം ബസ് സ്റ്റാൻഡിലുണ്ടായ അപകടം ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ വിഷയത്തിൽ ഗതാഗത മന്ത്രി ഇടപെട്ടതായി KSRTC അധികൃതർ വ്യക്തമാക്കി. ഈ ബസ് സ്റ്റാൻഡിൽ യാതൊരു വിധത്തിലുള്ള മെയിൻ്റനൻസും നടത്താറില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം നിങ്ങൾ കാണുന്നത് പോലെ തന്നെ മോൾ ഭാഗം പല പ്രാവശ്യമായി അടർന്നു വീണുകൊണ്ടിരിക്കുന്നു. കുറച്ച് നാളുകൾ മുമ്പ് ഇതേമാതിരി ഒരാളുടെ ഷോൾഡറിൽ വീണിട്ട് പിന്നെ അയാളുടെ ഭാഗ്യം കൊണ്ട് വേറെ കൂടുതൽ ഗൗരവമായിട്ടൊന്നും പറ്റിയില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഇത് പല പ്രാവശ്യമായി ഇങ്ങനെ സംഭവിക്കുന്നു. കെട്ടിടത്തിന്റെ തകരാറുകൾ കണ്ടെത്തി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും യാത്രക്കാർക്ക് അനുയോജ്യമായ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ 48 വർഷത്തിലേറെ പഴക്കമുള്ള ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് ഇതിനോടകം ബലക്ഷയമുണ്ടായിട്ടുണ്ടെന്നും പുതിയ കെട്ടിടം നിർമ്മിക്കുകയാണ് വേണ്ടതെന്നുമാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, തൃശൂർ.